പ്രിയ പ്രേക്ഷകർ, ആ ദൃശ്യങ്ങൾ മുഴുവനും കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇതൊരു സിനിമയിലോ അത്തരം സിനിമകളൊക്കെ ഇറങ്ങാറുണ്ടല്ലോ, അങ്ങനെയൊന്നുമല്ലല്ലോ. നമ്മുടെ നാട്ടിൽ, നമ്മുടെ ലോകത്ത് കുറെ മനുഷ്യർ നേരിട്ട് അനുഭവിക്കുന്നതല്ലേ എന്ന്. 6-ാം ദിനത്തിലും പശ്ചിമേഷ്യയിൽ പടരുന്ന യുദ്ധത്തിന് പരിഹാരം കാണാൻ ലോകത്തിന് കഴിയുന്നില്ല. ഖത്തറിനു നേരെ ഇന്നും വ്യാപകമായ ആക്രമണമുണ്ടായി. മിസൈലുകൾ പ്രതിരോധിച്ചതായി ഖത്തർ വ്യക്തമാക്കി. ബഹ്റൈനിലും അസർബൈജാനിലെ റാസി വിമാനത്താവളത്തിനു നേരെയും ആക്രമണം നടന്നു. കടലിലും അതിരൂക്ഷമായ ആക്രമണമാണ് നടക്കുന്നത്. വടക്കൻ ഗൾഫിൽ അമേരിക്കയുടെ ഓയിൽ ടാങ്കർ ആക്രമിച്ചതായി ഇറാൻ അവകാശപ്പെടുന്നു. സംഘർഷ മേഖലയിലെ കപ്പലുകളിൽ 23,000-ഓളം ഇന്ത്യക്കാരുണ്ട് എന്നാണ് റിപ്പോർട്ട്. അതിനിടെ ഇന്നലെ ആക്രമണം നടന്ന ശ്രീലങ്കൻ തീരത്തേക്ക് മറ്റൊരു ഇറാനിയൻ കപ്പൽ കൂടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളെ അമേരിക്ക യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുകയാണ് എന്ന് റഷ്യ ആരോപിച്ചു. ഫൈസൽ ഹംസയും എസ് രഞ്ജിത്തും നമ്മളോടൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം ഫൈസലിലേക്ക് പോകാം. ഫൈസൽ, അതിരൂക്ഷമായ ആക്രമണങ്ങളാണ്. ഇപ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ ചില സമാധാന ചർച്ചകളൊക്കെ ഉണ്ടാകും എന്നുള്ള സൂചനകളെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും ഇതൊരു അറ്റം കണ്ടേ മടങ്ങുകയുള്ളൂ എന്ന ഇരു ചേരികളും നിലപാടെടുത്തിരിക്കുന്ന സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഈ കപ്പലുമായി ബന്ധപ്പെട്ട പ്രശ്നം. ഇറാൻ കപ്പൽ, വീണ്ടും ഒരു കപ്പൽ എന്തിനാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വരുന്നത്? മധു, അതിൻ്റെ വിശദാംശങ്ങൾ എന്തായാലും ഇറാൻ വ്യക്തമാക്കിയിട്ടില്ല. മറ്റൊരു ഇറാനിയൻ കപ്പൽ കൂടി ശ്രീലങ്കൻ തീരത്തേക്ക് അടുക്കുന്നു എന്നുള്ളതാണ്. ഇത് ഏതെങ്കിലും ഭാഗത്ത് നിന്ന് വരുന്ന കപ്പലാണോ? നേരത്തെ ഇന്ത്യയിൽ ഒരു നാവികാഭ്യാസത്തിന് വന്ന കപ്പലായിരുന്നു ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടത്. അത്തരത്തിലുള്ള ഏതെങ്കിലും സാഹചര്യത്തിലാണോ വരുന്നത് എന്നെല്ലാം വ്യക്തമാകേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ശ്രീലങ്കയാണ് ഇത്തരത്തിലുള്ള ഒരു കപ്പൽ ഇങ്ങോട്ട് വരുന്നു എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ കപ്പലും അപകടത്തിൽ സാധ്യതയുണ്ട്, അത്തരത്തിലൊരു ആക്രമണ ഭീതിയിലാണ് എന്നുള്ള സൂചന കൂടെ ലഭിക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അമേരിക്കയുടെ സബ്മറൈൻ ആ ഭാഗത്ത് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ആക്രമിക്കാൻ ഒരു മടിയും അമേരിക്കയ്ക്ക് ഉണ്ടാവില്ല എന്നുള്ള കാര്യവും ഉറപ്പാണ്. അത് ഇന്ത്യൻ മഹാസമുദ്രത്തെ ഒരു യുദ്ധക്കളമാക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ തുടർച്ചയായി ആക്രമണം ഉണ്ടാകുന്ന തരത്തിൽ, ഒരു അപകട ഭീതി ഉണ്ടാക്കുന്ന തരത്തിൽ, ആ തരത്തിലേക്ക് വലിച്ചിഴക്കുമോ എന്നുള്ള ഭയവും എല്ലാവർക്കുമുണ്ട്. മറുവശത്ത് ഖത്തറിനെ അടക്കം ഇന്ന് ഇറാൻ വലിയ രീതിയിൽ ആക്രമണം നടത്തി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. അല്പസമയം മുമ്പാണ് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ വലിയ സ്ഫോടന ശബ്ദം കേട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ഏറ്റവും ഒടുവിലായി വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഖത്തറിലെ US എംബസിയെയാണ് ഇറാൻ ലക്ഷ്യമിട്ടത് എന്നാണ് അറിയുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള ആക്രമണം കടലിൽ വരുന്നത് ഇന്ത്യയെയാണ് ഏറെ ആശങ്കപ്പെടുത്തുന്നത് എന്നുള്ളതാണ് വാസ്തവം. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഹോർമുസ് കടലിടുക്ക് അടച്ചതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. 150-ലേറെ കപ്പലുകളാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. അതുമാത്രമല്ല, അതിൽ 36 ഇന്ത്യൻ പതാകകളുള്ള കപ്പലുകളുമുണ്ട്. അതിൽ തന്നെ 24 എണ്ണം പേർഷ്യൻ ഗൾഫിലും അതോടൊപ്പം തന്നെ 12 എണ്ണം ഒമാൻ ഗൾഫിലുമാണുള്ളത്. ഈ കപ്പലുകളിലെല്ലാം, ഇന്ത്യൻ കപ്പലുകളിലായി മാത്രം 1000-ലേറെ ഇന്ത്യക്കാരുണ്ട്. മാത്രമല്ല, ഈ 150-ലേറെ കപ്പലുകളിൽ 23,000 ഇന്ത്യക്കാരുണ്ട് എന്നുള്ളതാണ് കണക്ക്. ചെറിയ കണക്കല്ല. ഏതെങ്കിലും ഒരർത്ഥത്തിൽ നമുക്കറിയാം, വലിയ ആശങ്കയുണ്ടാകും ഫൈസൽ. നമ്മുടെ പൗരന്മാർ 10-23,000 പേർ ഈ മേഖലകളിലെല്ലാമായി നിരവധി കപ്പലുകളിലായി കിടക്കുന്നു. എങ്ങനെയാണ് അവരുടെ സുരക്ഷ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നമുക്ക് സ്വാഭാവികമായ ആശങ്കയുണ്ടാകും. അതുകൊണ്ടാണല്ലോ ഓരോ ദിവസവും ലോകം മുഴുവൻ പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ യുദ്ധം എന്ന് അവസാനിക്കും എന്നുള്ളത്. നമുക്ക് കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി എസ് രഞ്ജിത്തിലേക്ക് കൂടി പോകാം. രഞ്ജിത്ത്, ഈ അമേരിക്ക മറ്റു രാജ്യങ്ങളെ കൂടി യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്. അതിൽ ഇറാനും മോശമൊന്നുമല്ല. ഈ GCC രാജ്യങ്ങളിലേക്ക് നടക്കുന്ന ആക്രമണം, ഇപ്പോൾ മറ്റൊരു പടക്കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വരുന്നു. ചേരികളിൽ ആളെ കൂട്ടുക എന്ന് പറയുന്നത് അവരുടെ ആവശ്യമാണ്. തീർച്ചയായും അത് അങ്ങനെ വേണം നമ്മൾ ഈ കാര്യത്തെ വിലയിരുത്താൻ. പക്ഷേ അതിനു മുമ്പ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, ഈ ഖത്തറിൽ വലിയ തോതിലുള്ള ആക്രമണം വീണ്ടും ഇറാന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ പൊതുവെ GCC രാജ്യങ്ങളെ സംബന്ധിച്ച് ഇറാന്റെ ആക്രമണത്തിന്റെ ഒരു തോത് വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഖത്തറിൽ വലിയ തോതിലുള്ള ഒരു ആക്രമണം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അവിടെ പ്രധാനമായും US ബേസും അതുപോലെ തന്നെ US എംബസി സ്ഥിതി ചെയ്യുന്ന ആ ഒരു മേഖലയും കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി മിസൈലുകളും ഡ്രോണുകളൊക്കെ വരുന്നത് എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർ അതിന്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തരികയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സുരക്ഷാ നടപടികളുടെ ഭാഗമായി ബേസ് സ്ഥിതി ചെയ്യുന്ന ആ ഒരു മേഖലയിൽ നിന്ന് താമസക്കാരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് വലിയ തോതിലുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് അവിടെയുള്ള പ്രവാസികൾ ഉൾപ്പെടെയുള്ളവരുടെ ഫോണുകളിലേക്ക് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം നൽകിയിരിക്കുന്നത്. ഇതിനു പുറമെ സൗദി അറേബ്യയിലും ഇന്ന് ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണമുണ്ടായി. ഈ ആക്രമണത്തെ അതിശക്തമായി തന്നെ പ്രതിരോധിക്കാൻ കഴിഞ്ഞുവെന്ന് സൗദി അറേബ്യ വ്യക്തമാക്കിയിട്ടുമുണ്ട്.
കുവൈറ്റിലും ഇന്ന് ആക്രമണമുണ്ടായി. ഈ കുവൈറ്റിലും ഉള്ള ആക്രമണത്തെ അതിശക്തമായി തന്നെ പ്രതിരോധിക്കാൻ അവിടുത്തെ കുവൈറ്റ് സേനയ്ക്ക് കഴിഞ്ഞു. പക്ഷേ ഈ ഡ്രോണുകൾ തകർത്തപ്പോൾ അത് വീണുണ്ടായ അവശിഷ്ടത്തിൽ ഒരു സ്ഫോടനത്തിനും കാരണമായി എന്ന വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. മറ്റൊന്ന്, നമ്മൾ ബഹറിലേക്ക് വന്നാൽ ബഹറിലും ഇന്ന് ചെറിയ രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടായി. പക്ഷേ ഇതൊന്നും ജനവാസ മേഖലകളല്ല എന്നതാണ് ആശ്വാസം പകരുന്ന കാര്യം. ബഹറിലും അവിടെ US സൈനിക കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ആ ഒരു മേഖല ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇന്ന് ഇറാന്റെ ആക്രമണം ഉണ്ടായത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ UAE ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഒരു വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഈ അബുദാബിയിൽ 6 പേർക്ക് പരിക്ക് പറ്റി എന്നൊരു ഔദ്യോഗിക സ്ഥിരീകരണം അബുദാബിയിൽ 6 പേർക്ക് പരിക്ക് പറ്റി എന്ന സ്ഥിരീകരണം UAE ആഭ്യന്തര മന്ത്രാലയം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ്. ഇതിൽ ഒരാൾ പാകിസ്ഥാൻ സ്വദേശിയാണ്, മറ്റൊന്ന് നേപ്പാൾ സ്വദേശിയാണ് എന്ന് ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നു. പക്ഷേ മൊത്തത്തിൽ GCC രാജ്യങ്ങളിലെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇറാന്റെ ആക്രമണം കുറഞ്ഞിട്ടുണ്ട്, വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ പറയാം. രഞ്ജിത്തും ഫൈസൽ ഹംസയുമാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.